ഇറാൻ ഇന്നൊരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ്. പതിറ്റാണ്ടുകളായി രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു ജനകീയ പ്രക്ഷോഭവും അതിനെ അടിച്ചമർത്താൻ ഭരണകൂടം നടത്തുന്ന രക്തരൂക്ഷിതമായ നീക്കങ്ങളും ഇറാനെ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. 2025 ഡിസംബർ അവസാന വാരം സാമ്പത്തിക പ്രതിസന്ധികളിൽ തുടങ്ങി പിന്നീട് ഭരണകൂട വിരുദ്ധ വിപ്ലവവുമായി മാറിയ ഈ സമരം ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടയിലാണ് രാജ്യത്തെ ഔദ്യോഗിക വാർത്താവിനിമയ സംവിധാനങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു അട്ടിമറി നടന്നത്. ഞായറാഴ്ച രാത്രി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന സർക്കാർ മാധ്യമത്തിന്റെ ഉപഗ്രഹ സിഗ്നലുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഹാക്കർമാർ സംപ്രേഷണം ചെയ്തത് പ്രവാസിയായ മുൻ കീഴാവകാശി റസ പഹ്ലവിയുടെ വിപ്ലവ സന്ദേശമായിരുന്നു. ഭരണകൂടം കർശനമായ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും സെൻസർഷിപ്പുകളും ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ച ഈ നീക്കം ഭരണകൂടത്തിന് വലിയൊരു ആഘാതമാണ് നൽകിയിരിക്കുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ മകനായ റസ പഹ്ലവി വർഷങ്ങളായി US പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനിലെ തെരുവുകളിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന് പുതിയൊരു വഴി തുറന്നു കൊടുത്തിരിക്കുന്നു. ഹാക്ക് ചെയ്ത സംപ്രേഷണത്തിൽ ഇറാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടായി പഹ്ലവി നടത്തിയ ആഹ്വാനം ശ്രദ്ധേയമായിരുന്നു. നിങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സൈന്യമല്ല, മറിച്ച് ഇറാന്റെ ദേശീയ സൈന്യമാണ്. സ്വന്തം ജനതയ്ക്ക് നേരെ തോക്ക് ചൂണ്ടരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. ഇറാന്റെ ചരിത്രത്തിൽ പഹ്ലവി കുടുംബത്തിനുള്ള സ്വാധീനം ഇപ്പോഴും പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ല എന്ന് ഈ പ്രക്ഷോഭങ്ങൾ തെളിയിക്കുന്നു. ഷായുടെ ഭരണകാലത്തെ സാമ്പത്തിക പുരോഗതിയും ആധുനികതയും ഇന്നത്തെ തലമുറയിലെ യുവാക്കളെ പോലും ആകർഷിക്കുന്നുണ്ടെന്ന് തെരുവുകളിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറാൻ എൻ്റെ മാതൃഭൂമിയാണ്, ഞാൻ അവിടേക്ക് മടങ്ങിവരും എന്ന പഹ്ലവിയുടെ പ്രഖ്യാപനം പ്രക്ഷോഭകാരികൾക്ക് വലിയൊരു ആവേശമാണ് പകരുന്നത്. വെറുമൊരു പ്രതിഷേധം എന്നതിലുപരി ഭരണമാറ്റം ലക്ഷ്യം വെച്ചുള്ള ഒരു ആസൂത്രിത നീക്കമായി ഈ സമരം മാറിക്കഴിഞ്ഞു. ഇറാനിലെ പ്രതിഷേധങ്ങളെ ഭരണകൂടം നേരിടുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയോടെയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 4000-ലധികം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ചില സന്നദ്ധ സംഘടനകൾ ഈ സംഖ്യ 12,000 മുതൽ 20,000 വരെയാകുമെന്ന് ഭയപ്പെടുന്നു. ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കിയിരിക്കുകയാണ്. തടവിലാക്കപ്പെട്ടവർക്ക് മൊഹാരബ്, അതായത് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവർ എന്ന കുറ്റം ചുമത്തി വധശിക്ഷ നൽകാനാണ് നീക്കം. ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് ജനങ്ങളെ പുറം ലോകത്തു നിന്ന് ഒറ്റപ്പെടുത്താനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. നെറ്റ്ബോക്സ് നൽകുന്ന വിവരമനുസരിച്ച് 238 മണിക്കൂർ തുടർച്ചയായി ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ ഇറാനിൽ ഇടയ്ക്ക് പുനഃസ്ഥാപിച്ചെങ്കിലും വീണ്ടും കർശനമായ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ആശുപത്രികളിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും ഭൂരിഭാഗം മരണങ്ങളും വെടിയേറ്റാണ് സംഭവിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിലെ സംഭവ വികാസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപ് ഇറാനിലെ ഭരണകൂടം വധശിക്ഷയുമായി മുന്നോട്ട് പോയാൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൻ മധ്യപൂർവേഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് ഈ ഭീഷണിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ട്രംപിന്റെ ഭീഷണിയോട് അതിശക്തമായാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചത്. അമേരിക്കയുടെ ഏതൊരാക്രമണവും കഠിനവും ഖേദകരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ ആക്രമിക്കുന്നത് പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് തുല്യമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇസ്രയേലുമാണ് ഇറാനിലെ അസ്ഥിരതയ്ക്ക് പിന്നിലെന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ആരോപണം. ഇറാനിലെ ഈ പ്രക്ഷോഭം കേവലം സാമ്പത്തിക പരാതികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് രാജ്യത്തിന്റെ അടിസ്ഥാന സ്വത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്ന് ഖമേനിയും സംഘവും നേരിടുന്നത്. ഒരു വശത്ത് സ്വന്തം ജനതയുടെ അമർഷം, മറുവശത്ത് പഹ്ലവിയെപ്പോലെയുള്ള നേതാക്കന്മാരുടെ തിരിച്ചുവരവ് പ്രഖ്യാപനം. ഇതിനെല്ലാം പുറമെ അമേരിക്കയുടെ സൈനിക ഭീഷണി. ഇറാൻ ഭരണകൂടം ഇന്ന് മുൾമുനയിലാണ്. റഷ്യയുമായുള്ള ഇറാന്റെ അടുത്ത ബന്ധവും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. പുടിനുമായി നടത്തിയ ചർച്ചകളിൽ പെസഷ്കിയാൻ വിദേശ ഇടപെടലുകളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. ലോകം ഉറ്റുനോക്കുന്നത് ഈ സമരം ഇറാനെ ഒരു പുതിയ ജനാധിപത്യ പാതയിലേക്ക് നയിക്കുമോ, അതോ രക്തരൂക്ഷിതമായ മറ്റൊരു യുദ്ധത്തിന് വഴിമരുന്നിടുമോ എന്നാണ്. ഏതായാലും പഹ്ലവിയുടെ വാക്കുകൾ ഇറാനിലെ തെരുവുകളിൽ ഇനിയും മുഴങ്ങിക്കേൾക്കുമെന്ന് ഉറപ്പാണ്. മാറ്റത്തിന്റെ കാറ്റാണ് ഇപ്പോൾ ഇറാനിൽ വീശുന്നത്. അതിന്റെ ദിശ എങ്ങോട്ടാണെന്ന് വരും ദിവസങ്ങൾ തീരുമാനിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.